ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദൽ മുർസലീൻ. അമ്മാ ബഅദ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി ഫഖാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് ഖാൽ യുഖാലു ഹൈനഇദിൻ ഹുദീത വകുഫീത വവുഖീത ഫതതനഹ്ഹാ ലഹു الشياطين فيقول له شيطان آخر كيف لك برجل قد هدي وكفي ووقي. റവാഹു അബൂദാവൂദ്. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ 5095 നമ്പറായി നൽകിയിട്ടുള്ള വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൻ്റെ അർത്ഥം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടാൽ അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാനിതാ പുറപ്പെടുകയാണ്, അവനിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഖാല നിവേദകൻ പറയാണ്, യുഖാലു ഹൈന ഇതിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇങ്ങനെ പറയപ്പെടും എന്നാണ്. എന്ത്? ഹുദീത, ഇത് പ്രാർത്ഥിച്ച വ്യക്തിയെ സംബന്ധിച്ച് മലക്കുകൾ വിളിച്ചു പറയുന്നത് എന്താ? ഹുദീത, നീ നേർവഴി പ്രാപിച്ചിരിക്കുന്നു. വ കുഫീത, നിനക്ക് ഇത് മതിയായതാണ്. വ വുഖീത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഫതതനഹ്ഹാ ലഹു الشياطين, പിശാചുക്കൾ നിന്നിൽ നിന്ന് ഓടിപ്പോയിട്ടുണ്ട്. ഫയഖൂലു ലഹു ശൈത്വാനുൻ ആഖർ, അപ്പോൾ മറ്റൊരു പിശാച്ച് ഈ പിശാച്ചിനോട് ചോദിക്കുകയാണ്, കൈഫ ലക ബിറജുലിൻ, എന്താണ് ആ വ്യക്തിയെ സംബന്ധിച്ച് നിൻ്റെ അഭിപ്രായം? ഖദ് ഹുദിയ വ കുഫിയ വ വുഖിയ, അതായത് നേർവഴി പ്രാപിച്ച, അതോടൊപ്പം തന്നെ അവൻ്റെ കാര്യങ്ങൾക്ക് മതിയായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചിട്ടുള്ള, അതുപോലെയൊക്കെ സംരക്ഷണം നേടിയിട്ടുള്ള ആളെ സംബന്ധിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായമെന്ന് പിശാച്ച് പരസ്പരം തൻ്റെ കൂടെയുള്ള പിശാച്ചിനോട് ചോദിക്കും എന്നുള്ളതാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, വീട്ടിൽ നിന്ന് നമ്മളൊരു യാത്ര പോകുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ജോലിക്കോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകുകയാണ് എങ്കിൽ പോലും ഈ ഒരു പ്രാർത്ഥന, പ്രത്യേകിച്ച് നമ്മുടെ ആ വീട്ടിൻ്റെ ആ കോമ്പൗണ്ട് വിട്ടു പോകുമല്ലോ, ആ സന്ദർഭത്തിൽ ഇപ്പോൾ പള്ളിയിലേക്കാകട്ടെ, അങ്ങാടിയിലേക്കാകട്ടെ, ഹോസ്പിറ്റലിലേക്കാകട്ടെ, അല്ലെങ്കിൽ ഓഫീസിലേക്കാകട്ടെ, ഫാക്ടറിയിലേക്കാകട്ടെ, അല്ലെങ്കിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ, അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ, അതൊക്കെ ഓരോ ചെറിയ ചെറിയ യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ യാത്രകളായിരിക്കാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഈ പ്രാർത്ഥന നിർവഹിക്കുക എന്നുള്ളത് മുസ്തഹബാണ്, സുന്നത്താണ്. കാരണം ഇതിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഒട്ടേറെ നന്മകളുണ്ട്. ആ നന്മകൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇത്, ഒന്ന്, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിലാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം ഏതൊരു നല്ല കാര്യവും അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. മറ്റൊന്ന്, ഇതിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്, തവക്കുൽ ചെയ്യുകയാണ്. തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പിന്നെ തവക്കുൽ എന്നുള്ളത്. അത്തവക്കുലു അലല്ലാഹി അസ്സ വജൽ, ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ മേലുള്ള ഭരമേൽപ്പിക്കലുണ്ടല്ലോ, അത് സത്യത്തിൽ എന്താണ്? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹുവിലേക്ക് അഭയം തേടലാണ്. അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സകല ദോഷത്തിൽ നിന്നുമുള്ള ഒരു സംരക്ഷണം നേടാനുള്ള ഒരു കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
എന്നിട്ട് പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് പറയുമ്പോൾ എല്ലാ സംഗതികളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ ചെയ്യാൻ, ആ കാര്യങ്ങൾ അതൊക്കെ അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടോ, ഇപ്പോൾ ഉപദ്രവങ്ങൾ തടയാനാകട്ടെ, അല്ലെങ്കിൽ നന്മകൾ നേടിയെടുക്കാനാകട്ടെ, എല്ലാ സംഗതിക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ലാതെ, അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ടല്ലാതെ അതൊന്നും തന്നെ സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പ്രവാചകൻ്റെ ഈ അധ്യാപനം, ഈ പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പിശാച് ആ മനുഷ്യനിൽ നിന്ന് അകന്നു പോകുകയാണ് എന്നുള്ളതാണ്. അവൻ്റെ മനസ്സിൽ ഇത് അർത്ഥത്തോടുകൂടെ അർത്ഥമറിഞ്ഞൊക്കെ ആയിരിക്കണം ഇത് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോഴാണല്ലോ പ്രാർത്ഥനയ്ക്ക് ഒരു ശരിയായ അർത്ഥത്തിലാകുക. അപ്പോൾ അവൻ്റെ ആ മനസ്സിൽ ഈമാനിനോടുള്ള ആ ഒരു പ്രിയം, ആ ഒരു ഇഷ്ടം അതുണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള ഇമാം അലി ഇബ്നു മുല്ല അൽ ഹറവി അൽ ഖാരി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ മിർകാത്തുൽ മഫാത്തിഹ് ഷറഹു മിഷ്കാത്തുൽ മസ്വാബീഹ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയുണ്ടായി, ഇദസ്തആനുൽ അബ്ദു ബില്ലാഹി വബി ഇസ്മിഹി, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കൊണ്ട്, അവൻ്റെ നാമം കൊണ്ട് സഹായം തേടിയാൽ, ഇദസ്തആനൽ അബ്ദു ബില്ലാഹി വബി ഇസ്മിഹിൽ മുബാറക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള നാമം കൊണ്ട് അള്ളാഹുവിനെ കൊണ്ടൊരാൾ സഹായം തേടിയാൽ, ഹദാഹുല്ലാഹു വ അർഷദഹു വ അആനഹു ഫിൽ ഉമൂരി ദീനിയ വ ദുനിയവിയ്യ, അള്ളാഹു തആല അവന് നേർവഴി കാണിക്കും, അവന് സന്മാർഗം കാണിക്കും, അവന് ദീനിൻ്റെയും ഐഹിക ലോകത്തിൻ്റെയും ദീനിൻ്റെയും ദുനിയാവിൻ്റെയും കാര്യങ്ങളിൽ അള്ളാഹു തആല അവനെ സഹായിക്കുമെന്നാണ്. വഇദാ തവക്കല അലല്ലാഹി കഫാഹുല്ലാഹു തആല, അവൻ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചാൽ അവന് അത് മതി, അള്ളാഹു മതി അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും. അതാണ് ഫയകൂനു ഹസ്ബഹു, അവൻ മതി, അള്ളാഹു മതി. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആര് അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് സഹായിയായിട്ട് അള്ളാഹു മതി എന്നാണ്. വമൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അത് വളരെ പ്രസിദ്ധമായ, വളരെ പ്രാമാണികമായിട്ടുള്ള ഒരു ദിക്റാണ്. ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അതുകൂടെ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വഖാഹുല്ലാഹു മിൻ ശർരി ശൈത്വാനി ഫലാ യുസല്ലതു അലൈഹി, അതായത് പിശാച്ചിൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹു അവനെ കാത്ത് സംരക്ഷിക്കും, പിശാച്ച് അവനിൽ ആധിപത്യം ചെലുത്തുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, എന്ത് പ്രാർത്ഥിക്കുമ്പോൾ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫതനഹാലഹു ശൈത്വാൻ, തനഹ എന്ന് പറഞ്ഞാൽ ആയി യബ്തഇദു അൻഹു ഇബ്ലീസു ഔ ശൈത്വാനുഹുൽ മുവക്കലു അലൈഹി, അതായത് ഇബ്ലീസ് അവനിൽ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ ഈ മനുഷ്യന് ഈ മനുഷ്യൻ്റെ അരികിലുള്ള പിശാച്ച് അവന് അകന്നു പോകും എന്നുള്ളതാണ്. എന്നിട്ടോ മറ്റൊരു പിശാച്ചിനോട് പറയുകയാണ്, എന്താ പറയുക, എന്താണ് ഈ മനുഷ്യനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം, അതാണ് ചോദിക്കുന്നത്. കൈഫലക ബിറജുലിൻ, ഇന്ന വ്യക്തിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ അയാളെ വഴിപിഴപ്പിക്കാൻ പറ്റുമോ എന്നർത്ഥം. ബി ഇളലാലി റജുലിൻ, പക്ഷേ അതെന്താണ്, കത് ഹുദിയ, അദ്ദേഹം നേർവഴി പ്രാപിച്ചിട്ടുണ്ടോ. ഹുദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരീഖൽ ഹക്ക്, സത്യത്തിൻ്റെ മാർഗം അദ്ദേഹം പ്രാപിച്ചിട്ടുണ്ട്. കുഫീത്ത് എന്ന് പറഞ്ഞല്ലോ ഹദീസിൽ, നീ നിനക്ക് മതിയായ, നിൻ്റെ കാര്യങ്ങൾക്ക് മതിയായതാണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹമ്മക്ക്, നിൻ്റെ ആശങ്ക, നിൻ്റെ
പിന്നെ ഉദ്ദേശം അതൊക്കെ സഫലമാക്കാൻ ഇത് മതി എന്നുള്ളതാണ്. അതാണ്. എന്നിട്ട് പറയുന്നത് വുഖീത്ത് ഐ ഹുഫിൽ തമിനൽ ആദാ, ശത്രുക്കളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യക്തമായി കൊണ്ട് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് വഴി ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.